ഈ 2015 വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അവസാനമായി ആസ്വദിച്ച് കണ്ട 4 പ്രണയ സിനിമകൾ ഇറങ്ങിയതും ഈ ഒരൊറ്റ വർഷമായിരുന്നു. അക്കൂട്ടത്തിൽ അനാർക്കലിയെ പറ്റിയൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ കൺമണിയെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ലിസ്റ്റിലെ 3ാമത്തെ സിനിമയെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ പ്രണയ സിനിമകൾ, അതായത് ഒരാണും പെണ്ണും പരസ്പരം കണ്ടുമുട്ടുന്നു, അവരടുത്തറിയുന്നു, ഉള്ളിലെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നു, ശേഷം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിലോ വരുന്ന ഒരു കോൺഫ്ലിക്ട്, ഒടുക്കം ക്ലൈമാക്സിൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് അവർ പരസ്പരം ഒന്നുചേരുന്നു. ഇതല്ലേ പ്രണയ സിനിമകൾ, അല്ലെങ്കിൽ ഇതല്ലേ പ്രണയ സിനിമകളുടെ ആ ഒരു സ്ഥിരം ഫോർമാറ്റ്. ആ ഒരു സംഗതി തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. ബട്ട് ഇതിനും 1 മാസം മുൻപ് ഇറങ്ങിയ ഓക്കെ കൺമണി മൂലമോ അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഉസ്താദ് ഹോട്ടൽ കാരണമോ ദുൽഖർ നിത്യ മേനോൻ ജോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോഡിയുടേതായി വന്ന ഒരു ക്യൂട്ട് ലൈറ്റ് ഹാർട്ടഡ് റൊമാൻറ്റിക് മൂവി എന്ന നിലക്ക് ഈ സിനിമ എനിക്ക് അന്ന് പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു ടൈപ്പ് സിനിമ എനിക്ക് കാണാൻ താല്പര്യമില്ലാത്തതായുണ്ടെങ്കിൽ അത് പ്രണയ സിനിമകൾ തന്നെയാണ്. പ്രായത്തിന്റെ താവാം. എനിവേസ്, ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് അതിലെ ആകസ്മികതയും കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളും തമാശകളും ഇത്തിരി പിണക്കങ്ങളും ഒക്കെ ലൈഫിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സിനിമ കാണാൻ നിരാശപ്പെടില്ല. പിന്നെ ഇതിലൊരു നൈസ് പാട്ടുണ്ടായിരുന്നു. ഒപ്പം നായകൻ ആദ്യമായി കാണുമ്പോഴുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. കുറെ കാലം അതായിരുന്നു എന്റെ മൊബൈൽ ഫോണിലെ റിംഗ് ടോൺ. ആൻഡ് ദുൽഖറിന്റെ ഈ പടത്തിലെ ത്രൂ ഔട്ട് ഔട്ട്ഫിറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മളിൽ പലരും പുള്ളിയുടെ ആ പടത്തിൽ ഹെയർ സ്റ്റൈൽ അനുകരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് മറ്റൊരു വസ്തുത.